ഹായ്. ഇന്നൊരു വറുത്തരച്ച ചൂരക്കറിയാണേ. ഇതും അമ്മ സ്പെഷ്യൽ തന്നെയാണ്. ചൂരമീൻ കിട്ടിയാൽ ഞങ്ങൾ ഒരു ദിവസമെങ്കിലും വറുത്തരച്ച് കറി വയ്ക്കും. മിക്കപ്പോഴും അച്ഛൻ മീൻ മേടിച്ചുകൊണ്ട് വരുന്നത് 2 ദിവസത്തേക്കാണ്. അപ്പം ഒരു ദിവസം ചൂര വറുത്തരച്ച് കറിയായിരിക്കും നമ്മൾ വയ്ക്കാറ്. അപ്പോൾ തേങ്ങ വറുക്കാനുള്ള തേങ്ങ ഞാൻ തിരുമ്മുവാണ്. ഉറക്കം എണീറ്റ് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണം മുഖത്തുണ്ട്. ഞാൻ ഉറക്കം എണീക്കുമ്പോൾ 7 മണിയാവും കേട്ടോ. 7 മണിയാണ് എൻ്റെ ഉറക്കം എണീക്കൽ സമയം. എൻ്റെ വീഡിയോസിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സീരിയലിൻ്റെ ഇത് കേൾക്കാറുണ്ട്. ഞങ്ങളുടെ അമ്മ ഭയങ്കര സീരിയൽ കാണലാണ്. അപ്പോൾ ഫുൾ ടൈം സീരിയലാണ്. ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ സീരിയൽ ഓഫ് ചെയ്ത് എടുക്കാറുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊന്നും പറ്റാറില്ല. അതുകൊണ്ടാണ് ചില വീഡിയോസിലെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സീരിയൽ കേൾക്കുന്നത്. തേങ്ങ വറുക്കാനുള്ളത് റെഡിയാക്കുവാണ്. തേങ്ങയൊന്ന് മിക്സിയിൽ ചതച്ചിട്ട് അതിനാവശ്യമുള്ള കൊച്ചുള്ളി, കുരുമുളക് ഇത്രയും ഇട്ട് നമ്മൾ തേങ്ങ വറുക്കുവാണ് ചെയ്യുന്നത്. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുപ്പാണ് നമുക്ക് ഈ മീൻകറിക്ക് ഏറ്റവും സമയം എടുക്കുന്നത്. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ മീൻകറി ഷടേന്നും പറഞ്ഞങ്ങാവും. പക്ഷേ ഈ വറുക്കാനുള്ള സമയം ഇച്ചിരി തോനെ സമയമെടുക്കും. തേങ്ങ വറുക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ തേങ്ങ വറുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പം അതിനിടാനുള്ള പൊടി അമ്മ ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുവാണ്. അപ്പം നമുക്ക് കറക്റ്റ് വറുത്ത് ആ പരുവാകുമ്പോൾ തന്നെ തട്ടി കൊടുക്കാമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ പൊടി എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പം നേരത്തെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച ആ വറുപ്പ് കറക്റ്റ് ടൈമിൽ നമുക്ക് പൊടി ഇട്ട് കൊടുത്ത് ഓഫ് ചെയ്യണം. പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ തീ വച്ചേക്കത്തില്ല, നമ്മളുടെ പൊടി കരിഞ്ഞു പോവും. ഈ തേങ്ങയ്ക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ പൊടി ഇടുമ്പം തന്നെ അത് മൂത്തോളും. വെറുതെ നമ്മൾ തീ കൊടുത്ത് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കരിവേപ്പിലയും നമ്മൾ കരിവേപ്പില ഒടിച്ചുകൊണ്ട് വരുവാണ്. അമ്മയ്ക്ക് ഋതുവിന് മിക്സി ഓണാക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ട് തന്നെ ഓണാക്കി ശീലിപ്പിച്ചത്. അപ്പോൾ അവൻ്റെ പേടി മാറുമല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ അടുത്ത് ഓണാക്കി തരാൻ പറയും. പുളിയിട്ടില്ല. ഓ കിണറ്റില്ലയോ? അതെയോ? ഞങ്ങളുടെ ലൈറ്റർ കത്തുന്നില്ല. കുറേ കത്തിച്ചാലാണ് ഇപ്പോൾ കത്തുന്നത്. പുതിയ ലൈറ്റർ മേടിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു തീപ്പെട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി. എന്തുവാടാ ചെയ്യുന്നത് നീ?
മീൻകറി അടുപ്പിലായതിന് ശേഷം ഞാൻ ഇത് എന്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ പോയതാണ്. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് ഇനി എണ്ണ തെളിയണം. അതൊരു 10-15 മിനിറ്റ്. അങ്ങനെ നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡിയായി. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി. അപ്പോൾ നമുക്ക് ഋതുവിന് തന്നെ ആദ്യം കൊടുക്കാം. ചോറിന് അവന് ചാറൊന്നും ഒഴിച്ചില്ല, മീൻ കഷ്ണം മാത്രം. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.